നമസ്കാരം. മലയാളം ടോക്സിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ഇന്ന് 5ാം ക്ലാസ്സിലെ കലാവിദ്യാഭ്യാസം എന്ന പാഠപുസ്തകത്തിന്റെ 5ാമത്തെയും അവസാനത്തെയും ക്ലാസ്സാണ്. കഴിഞ്ഞ 4 ക്ലാസ്സുകളായി ഈ പാഠപുസ്തകത്തിനകത്തുള്ള ഒരുവിധം എല്ലാ നല്ല കണ്ടന്റും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ തന്നെ പല ചോദ്യങ്ങളും ഈ അടുത്ത്, അതായത് നമ്മുടെ ഈ ക്ലാസ് നടക്കുന്നതിന്റെ ഗ്യാപ്പിൽ തന്നെ പല പരീക്ഷകളും നമ്മൾ കണ്ടതുമാണ്. അപ്പൊ അത്രമേൽ പ്രധാനമായ ഒരു പുസ്തകമാണ്. അതിന്റെ അവസാനത്തെ സെക്ഷനാണ്. നമ്മൾ ക്ലാസ്സിനെ കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി വർക്ക്ഔട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിനകത്ത്, നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് പോസ്റ്റുകളായിട്ട് ഡെയിലി ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ വർക്ക്ഔട്ട് ചെയ്യുക. അത് നന്നായി പഠിക്കുക. കാരണം ഈ ചോദ്യങ്ങളൊക്കെ ഉറപ്പായി നമ്മുടെ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്നതും അതുപോലെ തന്നെ മുൻകാല ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളതുമാണ്. അപ്പൊ ഇന്ന് നമ്മുടെ 5ാമത്തെയും അവസാനത്തെയും ക്ലാസ് ആണ് ഈ ടെക്സ്റ്റ് ബുക്കിലെ. ഈ ഭാഗം തുടങ്ങുന്നത് സംഗീതവുമായി ബന്ധപ്പെടുത്തിയാണ്. അവിടെ കർണാട്ടിക് സംഗീതത്തിൽ നിന്ന് നമുക്ക് പറഞ്ഞു പോകാം. ഭാരതീയ സംഗീതത്തിലെ ഒരു സംഗീത ശാഖയാണ് കർണാട്ടിക് സംഗീതം. ഭാരതീയ സംഗീതത്തിലെ ഒരു സംഗീത ശാഖ, അതാണ് കർണാട്ടിക് സംഗീതം. ദക്ഷിണേന്ത്യയിൽ രൂപം കൊണ്ട സംഗീത ശാഖയാണിത്. ദക്ഷിണേന്ത്യയിൽ രൂപം കൊണ്ട സംഗീത ശാഖ. ചിട്ടയായ പഠന രീതികൾ ഇതിനുണ്ട്. ചിട്ടയായ പഠന രീതികളുണ്ട്. നമുക്കറിയാം കർണാട്ടിക് സംഗീതത്തിൽ 72 മേളകർത്താ രാഗങ്ങളുണ്ട്, അല്ലെ? 72 മേളകർത്താ രാഗങ്ങൾ. അപ്പൊ ചിലപ്പോ PSC ചോദിക്കാം, മേളകർത്താ രാഗങ്ങൾ എന്തുമായി ബന്ധപ്പെടുന്നു? അത് കർണാട്ടിക് സംഗീതമാണ്. മേളകർത്ത രാഗങ്ങൾ എന്തുമായി ബന്ധപ്പെടുന്നുണ്ട്? കർണാട്ടിക് സംഗീതമാണ്. ഈ കർണാട്ടിക് സംഗീതത്തെ കുറിച്ച് പറയുമ്പോൾ തൊട്ടടുത്ത് തന്നെ അവിടെ പുരന്ദരദാസനെയും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തു കാണാം. കാരണം പുരന്ദരദാസൻ കർണാട്ടിക് സംഗീതത്തിന്റെ പിതാമഹനാണ്. ആരാ? പുരന്ദരദാസൻ. ഓക്കെ അല്ലെ? കർണാട്ടിക് സംഗീതത്തിന്റെ പിതാമഹൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? പുരന്ദരദാസനെയാണ്. ഒന്നുകൂടെ, കർണാട്ടിക് സംഗീതത്തിന്റെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് പുരന്ദരദാസനെയാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം വരുന്നത് 1484 മുതൽ 1564 വരെയാണ്. കർണാട്ടിക് സംഗീതത്തിന്റെ പിതാമഹൻ എന്ന് അദ്ദേഹത്തെ അറിയപ്പെടുന്നു. കർണാട്ടിക് സംഗീതത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾക്ക് രൂപം നൽകിയത് പുരന്ദരദാസനാണ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ചോദ്യമാണ്. പുരന്ദരദാസൻ കർണാട്ടിക് സംഗീതത്തിന്റെ പിതാവാണ്. പുരന്ദരദാസൻ സംഗീതത്തിൽ നിന്നാണ് തുടക്കം. അവിടെ സ്വാഭാവികമായിട്ടും നമ്മൾ എന്തറിയണം? കർണാട്ടിക് സംഗീതത്തിലെ പ്രാഥമിക പാഠങ്ങളെ മായ മാളവ ഗൗള രാഗങ്ങൾ എന്നാണ് പറയുക, അല്ലെങ്കിൽ മായ മാളവ ഗൗള രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നുകൂടെ, കർണാട്ടിക് സംഗീതത്തിലെ പ്രാഥമിക പാഠങ്ങൾ മായാ മാളവ ഗൗള രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ PSC ചോദിക്കും, മായാ മാളവ ഗൗള രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്തിന്റെ പ്രാഥമിക പാഠങ്ങളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണാട്ടിക് സംഗീതമാണ്. ഈ കർണാട്ടിക് സംഗീതത്തിലാണ് നമ്മൾ പറയുന്ന സപ്തസ്വരങ്ങൾ വരുന്നത്. സപ്തസ്വരങ്ങൾ. അവിടെ ഒരു കുഞ്ഞു കാര്യമുള്ളത്, ഈ സ്വരങ്ങൾ എന്ന പ്രയോഗത്തിന് ചെറിയൊരു തെറ്റുണ്ട്. സ്വരങ്ങൾ എന്ന് പറയാം, തെറ്റില്ല. പക്ഷെ സപ്തസ്വരങ്ങൾ എന്ന് പറയാൻ പാടില്ല. സപ്തസ്വരം. കാരണം സംഖ്യാവാച്യയായ ശബ്ദങ്ങളിൽ എന്തു പാടില്ല? ബഹുവചന പ്രത്യയം പാടില്ല. നമ്മൾ വചനങ്ങൾക്കകത്തൊക്കെ പഠിക്കുന്നതാണ്, അല്ലെ? അപ്പൊ സംഖ്യാവാചിയായ ശബ്ദങ്ങൾ, അതായത് 1, 2, 3, 4 സംഖ്യ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ബഹുവചന പ്രത്യയം ചേർക്കാൻ പാടില്ല. ക്ലിയർ അല്ലെ? ഒന്നിൽ ബഹുവചനം അല്ലെങ്കിലും വരില്ല, എങ്കിലും ആ പദം 2, 3 അതിലധികമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്? ബഹുവചന പ്രത്യയങ്ങൾ ചേർക്കണ്ട. സംഖ്യ പറഞ്ഞാൽ ക്ലിയർ അല്ലേ? അതാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ഈ 10 തേങ്ങകൾ 100 തേങ്ങകൾ എന്നൊക്കെ പറഞ്ഞുള്ള ചോദ്യം വരുന്നത്. ഓർത്തു വെക്കാലോ. അപ്പോ സരിഗമ പദനി, അല്ലെ? സരിഗമ പദനി നമ്മൾ പറയുമ്പോ സരിഗമ പദനി സ എന്ന് പറയും. ഓക്കെ, ഇത് നോക്കിയേ, ആരോഹണമാണ്. സ രി ഗ. നോക്കിയേ, സ രി ഗ മ പ ദ നി, അല്ലെ? ആരോഹണമാണ്. അതായത് ആവൃത്തി കൂടി വരുന്നു. ഇനി അത് കഴിഞ്ഞ് പദനി സ അവിടെ നിർത്തി വീണ്ടും തിരിച്ച് ഇറങ്ങി വരികയാണ്. നി ദ പ മ ഗ രി സ. കണ്ടോ? അപ്പൊ ഇതിൽ അവരോഹണമാണ്. അതായത് ആവൃത്തി കൂടുന്നതിനനുസരിച്ചാണ് സ്വരങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ ആവൃത്തി കൂടിയ സ്വരമേത് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഓർക്ക്, ആവൃത്തി കൂടിയത് നീ ആണ്. ആവൃത്തി കൂടിയത് നീക്കാണ്. ആവൃത്തി കൂടുതൽ ആർക്കാണ്? നീ. പ്രീവിയസ് ആണ്. ആവൃത്തി കൂടുതൽ ആർക്കാണ്? നീക്കാണ്. നീ 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 ഒന്നുകൂടെ, ആവൃത്തി കൂടിയത് നീക്ക്. ഇനി എന്തൊക്കെയാണ് ഈ സ രി ഗ മ പ ധ നി അറിയണ്ടേ? സ എന്നത് ഷഡ്ജമാണ്. രി എന്നത് ഋഷഭം. ഗ എന്നത് ഗാന്ധാരം. മ എന്നത് മധ്യമം. പ പഞ്ചമം. ദ ദൈവതം. നി നിഷാദം. സാധാരണ നിങ്ങൾ ഈ ചില TV ഷോകളില്
ഈ പാട്ട് മത്സരങ്ങളിലൊക്കെ വിധികർത്താക്കൾ എഴുന്നേറ്റ് അവര് പറയത്തില്ലേ, ഷഡ്ജം കറക്റ്റ് ആയില്ല, അല്ലെങ്കിൽ മധ്യമം ശരിയായില്ല, പഞ്ചമം കയറിപ്പോയി, അല്ലെങ്കിൽ പഞ്ചമം താന്നുപോയി എന്നൊക്കെ പറഞ്ഞ് അവര് പറയുന്നത് കേട്ടിട്ടില്ലേ? അതിതാ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാതിരിക്കേണ്ട, ഓർത്തു വെക്കുക. സ എന്നത് ഷഡ്ജവും, രി എന്നത് ഋഷഭവും, ഗ എന്നത് ഗാന്ധാരവും, മ എന്നത് മധ്യമവും, പ എന്നത് പഞ്ചമവും, ധ എന്നത് ദൈവതവും, നീ എന്നത് നിഷാദവുമാണ്. സെറ്റല്ലേ? മുന്നോട്ട് പോകുന്നു. അവിടെ നമ്മൾ പ്രധാനമായും രണ്ട് സംഗീതജ്ഞരെ കൂടെ നോക്കുകയാണ്. ഒന്ന് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ. കാരണം അദ്ദേഹത്തെ ഒന്നും ഓർക്കാതെ നമുക്ക് എന്താണ് കർണാടിക് സംഗീതത്തെ കുറിച്ച് പറയാൻ പറ്റില്ല അല്ലെ. 1896 ജനനം, 1976 മരണം. പാലക്കാട് ജില്ലയിലെ ചെമ്പൈയിൽ ജനിച്ച വൈദ്യനാഥ ഭാഗവതർ 70 വർഷം സംഗീത തപസ്യയിലൂടെ കർണാടിക് സംഗീതത്തെ പ്രശസ്തിയിലേക്ക് എത്തിച്ചു, അല്ലെങ്കിൽ അതിലൂടെ പ്രശസ്തിയായി അല്ലെ. മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി, പത്മഭൂഷൺ തുടങ്ങിയ ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ. അപ്പൊ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഏത് മേഖലയിൽ ശ്രദ്ധേയനാണ്? കർണാടിക് സംഗീതജ്ഞനാണ്. ഓക്കെ അല്ലെ. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ജനിച്ചത് പാലക്കാട് ജില്ലയിലെ ചെമ്പൈയിൽ. പാലക്കാട് ജില്ലയിലെ ചെമ്പൈയിൽ. ഇനി രണ്ടാമത്തത് പാലക്കാട് മണിയയ്യർ. പാലക്കാട് മണിയയ്യർ. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മളത് എന്താ പറയാ, ഈ പേരുകളൊക്കെ സ്ഥിരമാണ്. സ്ഥിരം നമ്മൾ കേൾക്കുന്ന പേരുകളാണ് അല്ലെ. സ്വതസിദ്ധമായ മൃദംഗവാദന ശൈലിയിലൂടെ ലോക പ്രശസ്തനായ മൃദംഗ വിദ്വാനാണ് പാലക്കാട് മണിയയ്യർ. ഓർക്കുക, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം ഈ പറയുന്ന പോലെ മൃദംഗം വായിക്കുന്ന ആൾ അറിയപ്പെടുന്നത് മാർദംഗികൻ എന്നാണ്. മാർദംഗികൻ അല്ലെ. അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം, ആ ഒരു കാലഘട്ടം തന്നെ അത്രമേൽ ശ്രദ്ധേയമാണ്. എത്രയോ മഹാരഥന്മാർക്ക് മൃദംഗം വായിച്ചു കൊടുത്ത മനുഷ്യനാണ് പാലക്കാട് മണിയയ്യർ. ഇദ്ദേഹമാണ് മൃദംഗത്തിന്റെ ഇപ്പോൾ പ്രചാരത്തിലുള്ള വായനയ്ക്ക് തുടക്കമിട്ടത്. അപ്പോൾ ഇപ്പോൾ പ്രചാരത്തിലുള്ള വായനാ ശൈലി കൊണ്ടുവരുന്ന ആരാണ്? പാലക്കാട് മണിയയ്യരാണ്. സംഗീത നാടക അക്കാദമി പുരസ്കാരവും സംഗീത കലാനിധി പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. രാജ്യം പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ഇപ്പോ കർണാട്ടിക് സംഗീതത്തിൽ ശ്രദ്ധേയനായ കലാകാരൻ ആരാണ്? ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരാണ്. ഇനി അതേപോലെ തന്നെ മൃദംഗ വായനയിൽ ശ്രദ്ധേയനായത് പാലക്കാട് മണിയയ്യരാണ്. എന്നാൽ നമ്മൾ ഇനി പോകുന്നത് എം.എസ്. സുബ്ബലക്ഷ്മിയിലേക്ക്. എം.എസ്. സുബ്ബലക്ഷ്മിയൊക്കെ പറയാതെ നമുക്ക് കർണാടിക് സംഗീതം നിർത്താൻ പറ്റില്ല അല്ലെ. തമിഴ്നാട്ടിലെ മധുരയിൽ ജനിച്ച ഇന്ത്യൻ കർണാട്ടിക് സംഗീതജ്ഞയാണ് എം.എസ്. സുബ്ബലക്ഷ്മി. ഒന്നുകൂടെ, തമിഴ്നാട്ടിലെ മധുരയിൽ ജനിച്ച ഇന്ത്യൻ കർണാട്ടിക് സംഗീതജ്ഞയാണ് എം.എസ്. സുബ്ബലക്ഷ്മി. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം 1998 പുള്ളിക്കാരിക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലെ. 98 പുള്ളിക്കാരിക്ക് എന്ത് ലഭിച്ചു? ഭാരതരത്നം ലഭിച്ചു. കൂടാതെ രമൺ മഗ്സസെ അവാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യൻ സംഗീതജ്ഞയുമാണ് അദ്ദേഹം. 1974 ലഭിക്കുന്നത്. ഓക്കെ അല്ലെ. അപ്പൊ 98 ഭാരതരത്നവും അതുപോലെ തന്നെ രമൺ മഗ്സസെ അവാർഡ് 1974 ലഭിച്ചു. പത്മഭൂഷൺ, പത്മവിഭൂഷൺ തുടങ്ങിയ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. പത്മഭൂഷൺ, പത്മവിഭൂഷൺ തുടങ്ങിയ ബഹുമതികൾ പുള്ളിക്കാരിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി പത്മശ്രീ നെയ്യാറ്റിങ്കര വാസുദേവൻ. പത്മശ്രീ നെയ്യാറ്റിങ്കര വാസുദേവൻ 1940 2008 ആണ് അദ്ദേഹത്തിന്റെ ഒരു ജീവിതകാലം എന്ന് പറഞ്ഞാൽ. 1940 മുതൽ 2008 വരെ വ്യത്യസ്തമായ ആലാപന സൗകുമാര്യം കൊണ്ട്, സുകുമാരത എന്നർത്ഥം, സൗകുമാര്യം കൊണ്ട് കർണാട്ടിക് സംഗീത മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരൻ. വ്യത്യസ്ത ആലാപന സൗകുമാര്യം കൊണ്ട് കർണാട്ടിക് സംഗീതത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരൻ. അദ്ദേഹത്തെ ഓർത്തു വയ്ക്കുക, നെയ്യാറ്റിങ്കര വാസുദേവൻ പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. സ്വാതി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലെ. വ്യത്യസ്തമായ ആലാപന സൗകുമാര്യം കൊണ്ട് കർണാട്ടിക് സംഗീത മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് ആരാ? പത്മശ്രീ നെയ്യാറ്റിങ്കര വാസുദേവൻ. അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്, സ്വാതി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ അദ്ദേഹം ജനിച്ചത് 1940 മരിച്ചത് 2008 സെറ്റാണ്. മുന്നോട്ട് പോകുന്നു. എന്നാൽ ഇനി കുറച്ച് കലാരൂപങ്ങളിലേക്കൂടെ വരണം. ഈ ടെക്സ്റ്റ് ബുക്കിന്റെ അവസാന ഭാഗത്തായിട്ട് പ്രധാനമായിട്ടും ചില കലാരൂപങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിലൊന്ന് കച്ചികോതിയാണ്. അത് രാജസ്ഥാനിലെ കലാരൂപമാണ്. കച്ചികോതി അഥവാ കച്ചികോടി എന്ന് പറയും. മറ്റൊന്ന് പൊയ്ക്കാൽ കുതിര, തമിഴ്നാട്ടിൻ്റെതാണ്. എന്താണ് കച്ചികോടി അല്ലെങ്കിൽ പൊയ്ക്കാൽ കുതിര നൃത്തങ്ങൾ? വൈക്കോലം, കടലാസം, മറ്റു പാഴ്വസ്തുക്കളും കൊണ്ട് നിർമ്മിച്ച
പൊയ്ക്കുതിരയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന നൃത്തമാണിത്. എങ്ങനെയാണ്? വൈക്കോലും കടലാസും മറ്റ് പാഴ്വസ്തുക്കളും കൊണ്ട് നിർമ്മിച്ച പൊയ്ക്കുതിരയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന നൃത്തമാണിത്. നൃത്തം ചെയ്യുന്ന ആളിന്റെ കാലിൽ പൊയ്ക്കാലുകൾ, അതായത് തടി കൊണ്ട് നിർമ്മിച്ച കാലുകൾ അഥവാ രൂപങ്ങൾ കെട്ടിവെച്ചുകൊണ്ടാണ് അവർ നൃത്തം ചെയ്യുന്നത്. കുതിരയുടെ സഞ്ചാര രീതിയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് ഈ പൊയ്ക്കൽ കുതിരയുടെയും കച്ചുകോതിയുടെയും ചുവടുകൾ. ഓക്കെ അല്ലേ? ഈ നൃത്തരൂപങ്ങൾക്ക് സമാനമായ നിരവധി നൃത്തരൂപങ്ങൾ പലയിടങ്ങളിലായിട്ടുണ്ട്. അപ്പോ ഒരു ചോദ്യം ചോദിക്കാം, തമിഴ്നാട്ടിലെ പൊയ്ക്കാൽ കുതിരയ്ക്ക് സമാനമായി രാജസ്ഥാനിലുള്ള കലാരൂപം ഏതാണ്? കച്ചുകോതിയാണ്. അവിടെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിന് സമാനമായ ഒട്ടേറെ കലാരൂപങ്ങൾ എവിടെയുണ്ട്? ഇന്ത്യയിൽ മറ്റു പല പ്രദേശങ്ങളായിട്ടുണ്ട്. അപ്പൊ ഓർത്തു വയ്ക്കുക, പൊയ്ക്കാൽ കുതിരയ്ക്ക് സമാനമാണ് കച്ചുകോതി. കച്ചുകോതി നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ ബിഹുവും ഭാംഗ്രയും ഏകദേശം ഒരുപോലുള്ള, അല്ലെങ്കിൽ ബിഹുവിന് സമാനമാണ് ഭാംഗ്ര, അല്ലെങ്കിൽ ഭാംഗ്രയ്ക്ക് സമാനമാണ് ബിഹു എന്ന് പഠിച്ചില്ലേ? അതുപോലെ കച്ചുകോതി പൊയ്ക്കാൽ കുതിരയ്ക്ക് സമാനമായ ഒരു നൃത്തരൂപമാണ്. എന്നാൽ അടുത്തത് മയൂര നൃത്തം. മയൂര നൃത്തം ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ വിവിധ പ്രദേശങ്ങളിൽ പ്രചാരത്തിലുള്ള ഒരു നാടോടി നൃത്തരൂപമാണ് മയൂര നൃത്തം. മയിലിന്റെ രൂപചലനങ്ങൾക്ക് അല്ലെങ്കിൽ രൂപചലനങ്ങൾക്ക് സവിശേഷതകൾക്കും അടിസ്ഥാനമാക്കിയാണ് മയൂര നൃത്തം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ പ്രദേശത്തിന്റെയും വേഷ ചമയ രീതികൾ അതാത് പ്രദേശത്തിന്റെ മയൂര നൃത്ത വിശേഷങ്ങൾക്ക് വ്യത്യാസം വരുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ മയൂര നൃത്തം അഥവാ മയിലാട്ടം പല രീതിയിൽ പ്രചാരത്തിലുണ്ട്, പല രീതിയിൽ പ്രചാരത്തിലുള്ളതാണ്. എന്നാൽ ഇനി വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നൃത്തരൂപമാണ് വൈക്കോൽ കരടി നൃത്തം. അത് ഇന്ത്യയിലല്ല, മറിച്ച് ജർമ്മനിയിൽ പ്രചാരത്തിലുള്ള ഒന്നാണ് വൈക്കോൽ കരടി നൃത്തം. ആദിമ മനുഷ്യന്റെ പ്രതീക രൂപമായ വൈക്കോൽ കരടി നൃത്തമാണ്. വൈക്കോൽ കരടി നൃത്തത്തിന്റെ പ്രധാന ആവിഷ്കാരം എന്ന് പറയുന്നത് ആദിമ മനുഷ്യന്റെ പ്രതിരൂപമാണ്. കാഴ്ചയിൽ വലിയ കരടിയുടെ രൂപം ഓർമ്മിപ്പിക്കുന്നതാണ് വേഷം. ജർമ്മനിയിലെ സമൃദ്ധമായ വിളവെടുപ്പിന് വേണ്ടി ചെയ്യുന്ന നൃത്തമാണിത്. വൈക്കോൽ കൊണ്ടാണ് വേഷം ഒരുക്കുന്നത്. അതായത് ജർമ്മനിയിൽ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട്, കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് ആചരിച്ചു വരുന്ന ഒരു നൃത്തരൂപമാണ് വൈക്കോൽ കരടി നൃത്തം. ഇത് ആദിമ മനുഷ്യന്റെ പ്രതിരൂപമായാണ് കണക്കാക്കുന്നത്. ഇതിന് സമാനമായ ഒരു കലാരൂപം കേരളത്തിലുണ്ട്, അത് കുമ്മാട്ടിയാണ്. കുമ്മാട്ടി, ഒറ്റ വ്യത്യാസം, അതിൽ കുമ്മാട്ടി പുല്ലാണ് ദേഹത്ത് വെച്ച് കിട്ടുന്നതെങ്കിൽ ഇവിടെ വൈക്കോലാണ് വെച്ച് കിട്ടുന്നത്. ക്ലിയർ അല്ലെ? അപ്പൊ ഇത് വൈക്കോൽ കരടി നൃത്തം. ഇനി അടുത്തത് ലയൺ ഡാൻസ്. ഈ ലയൺ ഡാൻസിനും ചൈനയിലെ ചൈനീസ് ഡ്രാഗൺ നൃത്തത്തിനൊക്കെ ഒരുപാട് സാമ്യതകളുണ്ട്. ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ പലയിടങ്ങളിൽ ചെയ്തു വരുന്ന ലയൺസിന്റെ അല്ലെങ്കിൽ ലയൺ ഡാൻസിൽ സിംഹത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള വേഷവിധാനമായിരിക്കും ഉണ്ടാകുക. സിക്കിം, അരുണാചൽ, ബംഗാൾ, ചൈന, ഹോങ്കോങ്, ജപ്പാൻ എന്നീ രാജ്യങ്ങളിൽ ലയൺ ഡാൻസ് അവതരിപ്പിച്ചു വരുന്നു. ഒന്നുകൂടെ, എവിടെയൊക്കെയാണ്? സിക്കിം, അരുണാചൽ, ബംഗാൾ, ചൈന, ഹോങ്കോങ്, ജപ്പാൻ. അതായത് സിംഹത്തിന്റെ രൂപസാദൃശ്യത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് അവരുടെ ഒരു വേഷവിധാനമൊക്കെ. ഓക്കെ. ജർമ്മനി, ഓസ്ട്രിയ, ഇംഗ്ലണ്ട്, അയർലൻഡ്, പോളണ്ട് എന്നിവിടങ്ങളിലെല്ലാം ഇതിന് സമാനമായ നൃത്തരൂപങ്ങളുണ്ട്. ലയൺ ഡാൻസ്. ദെൻ ചൈനീസ് ഡ്രാഗൺ നൃത്തം. ചൈനയിലെ പുതുവർഷത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കുന്ന നൃത്തമാണ് ചൈനീസ് ഡ്രാഗൺ നൃത്തം. അപ്പോൾ എന്തുമായി ബന്ധപ്പെട്ടാണ് ചൈനീസ് ഡ്രാഗൺ നൃത്തം നടക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതുവർഷവുമായി ബന്ധപ്പെട്ട്. എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? പുതുവർഷവുമായി ബന്ധപ്പെട്ടാണ് ഇത് നടത്തി വരുന്നത്. അല്ലേ? ഇത് അവതരിപ്പിക്കുന്നതിലൂടെ ഐശ്വര്യ സമൃദ്ധിയും കൈവരുമെന്ന് അവർ വിശ്വസിക്കുന്നു. ചൈനീസ് ജനത വിശ്വസിക്കുന്നു. എന്നാൽ അടുത്തത് ഒരു കലാരൂപമാണ്, അത് മൂകാഭിനയമാണ്. അതായത് നമ്മൾ പറയുന്ന മൈം. എത്രയോ തവണ നമ്മൾ കണ്ടിരിക്കുന്നു മൈം, അല്ലെ? എന്നാൽ ആ മൈമിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും മൈമിന്റെ ഉപജ്ഞാതാവിനെ കുറിച്ചും അതിനെ വളർത്തിയെടുത്ത കഥയും ഒക്കെ നമ്മൾ അറിയണ്ടേ? അഭിനേതാക്കൾക്ക് ശബ്ദം ഉപയോഗിക്കാതെ ശരീരഭാഷയിലൂടെ ഭാവപ്രകടനങ്ങളുടെയും ആശയാവതരണം നടത്തുന്ന രീതിയാണ് മൂകാഭിനയം അഥവാ മൈം. ഓക്കെ അല്ലെ? നിരഞ്ജൻ ഗോസ്വാമിയാണ് മൈം എന്ന നാടകരൂപത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ പങ്കുകൾ സമ്മാനിച്ചത്. ഈ സൈഡിൽ കാണുന്നതാണ് നിരഞ്ജൻ ഗോസ്വാമി. അപ്പൊ നിരഞ്ജൻ ഗോസ്വാമിയെ കുറിച്ച് പറഞ്ഞു വരാം. നിരഞ്ജൻ ഗോസ്വാമി മൈം എന്ന നാടകരൂപത്തിന് അതിന്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് നിരഞ്ജൻ ഗോസ്വാമി.
ഇന്ത്യൻ മൈം തിയേറ്റർ സ്ഥാപിച്ചതും അദ്ദേഹമാണ്. ഇന്ത്യൻ മൈം തിയേറ്റർ സ്ഥാപിച്ചതും അദ്ദേഹമാണ്. അപ്പൊ PSC ചോദിക്കും ഇന്ത്യൻ മൈം തിയേറ്റർ സ്ഥാപിച്ചതാര്? ഒന്നുകൂടെ, ഇന്ത്യൻ മൈം തിയേറ്റർ സ്ഥാപിച്ചതാര്? നിരഞ്ജൻ ഗോസ്വാമി. ഒന്നുകൂടെ, ഇന്ത്യൻ മൈം തിയേറ്റർ സ്ഥാപിച്ചത് നിരഞ്ജൻ ഗോസ്വാമി. ഓക്കെ അല്ലെ? ഇനി കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരവും പത്മശ്രീ പുരസ്കാരവും പുള്ളിക്കാരന് ലഭിച്ചിട്ടുണ്ട്. എന്തൊക്കെ ലഭിച്ചിട്ടുണ്ട്? സംഗീത നാടക അക്കാദമി പുരസ്കാരവും പത്മശ്രീ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. നല്ല പോയിന്റ് അല്ലേ? സെറ്റ് അല്ലേ? അടിപൊളിയായില്ലേ? ചുമ്മാ പഠിച്ചില്ലേ? ഇത്രയേ ഉള്ളൂ അല്ലെ? നല്ല കാര്യമല്ലേ? ഇനി തീർന്നില്ല, മുമ്പോട്ട് പോകുന്നു. അവിടെ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിർത്തിക്കളയരുത്. ഓക്കെ, അടുത്തത് പ്രധാനപ്പെട്ട ചില നാടക കൃത്തുക്കളാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് തോപ്പിൽ ഭാസി. തോപ്പിൽ ഭാസി നാടകത്തെ സാമൂഹിക പരിഷ്കരണത്തിനായി ഉപയോഗിച്ച ആദ്യകാല നാടകകൃത്ത്, ആദ്യകാല നാടക പ്രവർത്തകൻ, വിപ്ലവകാരി, അങ്ങനെ പല പേരിൽ നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്നു. തോപ്പിൽ ഭാസി. 1924 ജനനം, 1992 മരണം. ഒട്ടേറെ സിനിമകളും നാടകങ്ങളും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ നാടകത്തെ സാമൂഹ്യ പരിഷ്കരണത്തിനായി ഉപയോഗിച്ച ആദ്യകാല നാടക പ്രവർത്തകനാണ് ഈ പറയുന്ന തോപ്പിൽ ഭാസി. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ നാടകമാണ് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. മുടിയനായ പുത്രൻ, മുടിയനായ പുത്രൻ, മൂലധനം, മൂലധനം, അശ്വമേധം, അശ്വമേധം തുടങ്ങിയ നിരവധി നാടകങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. നിരവധി നാടകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലെ? അപ്പൊ ഏതൊക്കെയാണ്? നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, മുടിയനായ പുത്രൻ, മൂലധനം, അശ്വമേധം. സെറ്റ് അല്ലേ? മക്കൾ അവിടെ ഒരു കുഞ്ഞു കാര്യം പറയാനുള്ളത് അശ്വമേധത്തെ കുറിച്ചാണ്. അശ്വമേധം എന്ന കവിത എഴുതിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അശ്വമേധം, അശ്വമേധം എന്ന കവിത എഴുതിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വയലാറാണ്. വയലാർ. അശ്വമേധം എന്ന കവിത ഒരുക്കിയിരിക്കുന്നത് വയലാറാണ്. ആരൊരാൾ എന്റെ കുതിരയെ കെട്ടുവാൻ, ആരൊരാൾ അതിന് മാർഗം മുടക്കുവാൻ എന്ന് തുടങ്ങി പോകുന്ന കവിത, അതാണ് അശ്വമേധം. ഇനി അവിടെ ഓർക്കേണ്ട മറ്റൊരു കാര്യം കൂടെ, ഈ പറയുന്ന അശ്വമേധം നാടകം, അശ്വമേധ നാടകം അത് പണ്ട് കുഷ്ഠരോഗത്തിനെതിരെ, അതായത് കുഷ്ഠരോഗത്തെ കുറിച്ചുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ, കുഷ്ഠരോഗ നിർമ്മാർജ്ജനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് ആ ഒരു ചിന്തയിൽ കൊണ്ടുവന്ന ഒരു നാടകമായിരുന്നു. കുഷ്ഠരോഗത്തിന്റെ കുറിച്ചുള്ള അന്ധവിശ്വാസങ്ങൾ പ്രമേയമാകുന്ന നാടകമാണ് തോപ്പിൽ ഭാസിയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ്, അശ്വമേധം. ഓക്കെ, ഏതാണ്? അശ്വമേധം. അപ്പോ ഇവ തോപ്പിൽ ഭാസിയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടവ. അടുത്തത് KT മുഹമ്മദ്. KT മുഹമ്മദ്. മക്കളെ നോക്കിയേ, മലയാളത്തിലെ പ്രസിദ്ധനായ നാടക രചയിതാവും തിരക്കഥാകൃത്തുമാണ് KT മുഹമ്മദ്. സെറ്റ് പേര് KT മുഹമ്മദ്. ഇത് ഭൂമിയാണ്, ഇത് ഭൂമിയാണ്. കാഫർ, കാഫർ, നാൽക്കവല, നാൽക്കവല, അസ്ഥിവാരം, അസ്ഥിവാരം എന്നിവയെല്ലാം അദ്ദേഹത്തിന്റെ നാടകങ്ങളാണ്. ഏതൊക്കെയാണ്? ഇത് ഭൂമിയാണ്, കാഫർ, നാൽക്കവല, അസ്ഥിവാരം. ഇത് KT മുഹമ്മദിന്റെ നാടകങ്ങളും തിരക്കഥകളും ഒക്കെയാണ്. എന്നാൽ കണ്ടം വെച്ച കോട്ട് കണ്ടോ? മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രം കണ്ടം വെച്ച കോട്ട്, മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രം കണ്ടം വെച്ച കോട്ട, തുറക്കാത്ത വാതിൽ, മൂടുപടം, കടൽപ്പാളം എന്നീ തിരക്കഥകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒന്നുകൂടെ, എന്തൊക്കെയാണ്? കണ്ടം വെച്ച കോട്ട്, തുറക്കാത്ത വാതിൽ, മൂടുപടം, കടൽപ്പാലം എന്നിവയും KT മുഹമ്മദിന്റേത്. നല്ല പോയിന്റ് അല്ലേ? സെറ്റായില്ലേ? സെറ്റായില്ലേ? അപ്പൊ ഇത്രയും KT മുഹമ്മദിനെ കുറിച്ച് അറിയുക. ഇനി അടുത്തത് രണ്ട് കലാകാരികളാണ്. ഒരു കലാകാരിയും മറ്റൊരു കലാകാരൻ അല്ലെ? ഒന്ന് നമ്മൾ ഈ പറയുന്ന രണ്ടുപേരും സംഗീത മേഖലയിൽ, ചലച്ചിത്ര സംഗീത മേഖലയിലെ ശ്രദ്ധേയരാണ്. ആദ്യത്തേത് ലതാ മങ്കേഷ്കർ. 2022 ലതാജി മരണപ്പെട്ടു. അതുകൊണ്ട് തന്നെ PSC ഉറപ്പായിട്ട് അപ്പൊ ഇത് ചോദിക്കും. പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായികയായ ലതാ മങ്കേഷ്കർ ഭാരതീയ സംഗീതത്തിന്റെ വാനമ്പാടി എന്നറിയപ്പെടുന്നു. ഭാരതീയ സംഗീതത്തിന്റെ വാനമ്പാടി എന്നറിയപ്പെടുന്നു. മികച്ച അഭിനേത്രി കൂടിയായുള്ള ഇവർക്ക് രാജ്യം 2001 ഭാരതരത്ന നൽകി ആദരിച്ചു. ഇനി ലതാ മങ്കേഷ്കർ മലയാളത്തിൽ ചലച്ചിത്ര ഗാനങ്ങൾ പാടിയിട്ടുണ്ടോ? 10,000-കണക്കിന് ഗാനങ്ങൾ പാടിയിട്ടുള്ള ലതാ മങ്കേഷ്കർ മലയാളത്തിൽ പാടിയിട്ടുണ്ടോ? ഉണ്ട്. അത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കദളി, ചെങ്കദളി, പൂങ്കദളി, പൂവേണോ എന്ന് തുടങ്ങുന്ന നെല്ലിലെ ഗാനമാണ്. കദളി, ചെങ്കദളി, പൂങ്കദളി, പൂവേണോ എന്ന് തുടങ്ങുന്ന ഗാനം അത് നെല്ല് എന്ന ചിത്രത്തിലാണ്. ഈ ഗാനമാണ് മലയാളത്തിൽ ലതാ മങ്കേഷ്കർ പാടിയിട്ടുള്ള ഏക ഗാനം. ക്ലിയർ അല്ലേ? കദളി വാഴ കയ്യിലിരുന്നുണ്ട്, അത് അതെടുക്കേണ്ട കദളി ചെങ്കദളി, അതാണ് അദ്ദേഹം പുള്ളിക്കാരുടെ പാട്ട്. അപ്പൊ കദളി ചെങ്കദളി എന്ന് തുടങ്ങുന്ന ഗാനമാണ് ലതാ മങ്കേഷ്കർ പാടിയ ഏക മലയാള ഗാനം. പുള്ളിക്കാരിയാണ് ഇപ്പോൾ ഭാരതത്തിന്റെ വാനപ്പാടി മരണപ്പെട്ടു പോയി അല്ലെ? ഉറപ്പായിട്ട് ആ ചോദ്യം ചോദിക്കാം. ഈ നെല്ല് സംവിധാനം ചെയ്തത് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തോളൂ. നെല്ല് സംവിധാനം ചെയ്തത് ഒന്ന് കമന്റ് ചെയ്തേക്കുക. അത് രാമുക്കാരിയായിട്ടാണ് കേട്ടോ. ശരി, ഓക്കെ. എന്തായാലും നിങ്ങളൊന്ന് കമന്റ് കൂടെ ചെയ്തേക്കാം. ഓക്കെ, MS ബാബുരാജ്. MS ബാബുരാജ്
ബാബുരാജ് ജനിക്കുന്നത് 1921-ലാണ്. 1921. 1978-ലാണ് മരണം. 1978-ലാണ് മരണം. മലയാള സിനിമയിലെ പ്രമുഖ സംഗീത സംവിധായകൻ. മലയാള സിനിമയിലെ പ്രമുഖ സംഗീത സംവിധായകൻ MS ബാബുരാജ്. കോഴിക്കോട്ടുകാരനായ ഇദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഗസലുകളുടെയും മാപ്പിളപ്പാട്ടുകളുടെയും ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെയും എല്ലാം സ്വാധീനം അതിൽ കാണാം. അപ്പോൾ MS ബാബുരാജ് ഏത് മേഖലയിൽ ശ്രദ്ധേയനായിരുന്നു? സംഗീത സംവിധായകൻ. ലതാ മങ്കേഷ്കർ പിന്നണി ഗായിക. അല്ലെ? രണ്ടുപേരും കണക്ട് ആയില്ലേ? എന്നാൽ ഇനി നമുക്ക് വേണ്ടത് ഗുരു ഗോപിനാഥനെ കുറിച്ചാണ്. ഈ ഭാഗത്ത് ഒടുവിലായിട്ട് ഗുരു ഗോപിനാഥനെ കൊടുത്ത് കാണുന്നുണ്ട്. ഗുരു ഗോപിനാഥ കേരള നടനത്തിന്റെ ഉപജ്ഞാതാവാണ് ഗുരു ഗോപിനാഥ. നമുക്കറിയാം കഥകളിയിൽ നിന്നും രൂപം കൊണ്ട നൃത്തരൂപം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരള നടനമാണ്. കഥകളിയിൽ നിന്നും രൂപം കൊണ്ട നൃത്തരൂപമാണ് കേരള നടനം. കഥകളിയിൽ നിന്നും രൂപം കൊണ്ട നൃത്തരൂപം. ഇതിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ഇതിന്റെ പിതാവാണ്, സൃഷ്ടാവാണ് ഗുരു ഗോപിനാഥ. രാംലീല, രാമായണ തുടങ്ങിയ ബാലകളുടെ സംവിധായകൻ കൂടിയായ ഇദ്ദേഹം കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡും കേരള സംഗീത നാടക അക്കാദമി അവാർഡും നേടിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഗുരു ചന്ദ്രശേഖർ. ഗുരു ചന്ദ്രശേഖർ. ഗുരു ചന്ദ്രശേഖർ. അതായത് കേരള നടനത്തെ പരിപോഷിപ്പിച്ച മറ്റൊരു കലാകാരനാണ് ഗുരു ചന്ദ്രശേഖർ. ചോദിക്കും. ഓക്കെ അല്ലെ? ഗുരു ചന്ദ്രശേഖർ. ഇതാണ് എന്താണ് കേരള നടനം. കേരള നടനം രൂപം കൊണ്ടത് ഏതിൽ നിന്നാണ്? കഥകളിയിൽ നിന്നാണ്. എന്നാൽ ഇനി തനത് നാടകവേദിയും അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ സെക്ഷൻ മൈൻഡപ്പ് ചെയ്യാം. തനത് നാടകവേദി. പലരും ചോദിക്കാറുണ്ട് എന്താണ് തനത് നാടകവേദി എന്ന. ഇവിടെ അതിനൊരു കുഞ്ഞു ഡെഫിനിഷൻ കിടപ്പുണ്ട്. ഒരു പ്രദേശത്തിന്റെ സാംസ്കാരികമായ പ്രത്യേകതകളുമായി ജൈവിക ബന്ധം പുലർത്തുന്നതും അവിടത്തെ സവിശേഷമായ സദസ്സിന് വേണ്ടി രൂപപ്പെടുത്തിയിട്ടുള്ളതുമായ രംഗാവിഷ്കാര സമ്പ്രദായമാണ് തനത് നാടകവേദി. ഒരു പ്രദേശത്തിന്റെ സാംസ്കാരികമായ പ്രത്യേകതകളുമായി ജൈവിക ബന്ധം പുലർത്തുന്നതിനും അവിടുത്തെ സവിശേഷമായ സദസ്സിന് വേണ്ടി രൂപപ്പെടുത്തിയതുമായ രംഗാവിഷ്കാര സമ്പ്രദായമാണ് ഈ പറയുന്ന തനത് നാടകവേദി. ക്ലിയർ അല്ലേ? അതായത് പ്രാദേശികമായ ചിന്തകളും ജനങ്ങളിലേക്ക് അടുത്തു നിൽക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന വിഷയങ്ങളും ഒക്കെ തന്നെ പ്രതിപാദനം ചെയ്യുന്ന അവതരണ രീതി ചർച്ച ചെയ്യുന്ന ഒരു കലാരൂപം. ആ തനത് നാടകവേദിയിലെ രണ്ട് പ്രധാന തനത് കർത്താക്കളെയും നാടകങ്ങളെയും നോക്കി വരാം. ഒന്ന് KJ ബേബിയുടെ നാട്ടുഗദ്ദിക. KJ ബേബി 2024 സെപ്റ്റംബർ 1-നാണ് KJ ബേബി മരണപ്പെടുന്നത്. 2024. KJ ബേബിയുടെ തന്നെ മറ്റൊരു ഒരു കൃതിയുണ്ട്, നാടകമുണ്ട്, മാവേലി മന്നം. ഇതൊക്കെ തന്നെ PS ചോദിക്കുന്നവയാണ്. മാവേലി മന്നം എഴുതിയതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KJ ബേബി. നാട്ടുഗദ്ദിക എന്ന നാടകം എഴുതിയത് മാറി തന്നെയാണ്, KJ ബേബിയാണ്. നാട്ടുഗദ്ദിക. ഇനി ദിനേശ് കുമാർ ഈസി താളഭൈരവൻ എന്നതും അദ്ദേഹത്തിന്റെ തനത് നാടകമാണ്. എന്നാൽ മലയാളത്തിലെ ആദ്യ തനത് നാടകം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നത് കലിയാണ്. കലി എഴുതിയത് CN ആണ്. CN ആണ് ആദ്യത്തെ തനത് നാടകമായ കലി എഴുതിയിരിക്കുന്നത്. ഒന്നുകൂടെ CN ശ്രീകണ്ഠൻ നായരാണ് ആദ്യത്തെ തനത് നാടകമായ കലി എഴുതിയിട്ടുള്ളത്. അത് പഠിച്ചു വെക്കണം, ചോദിക്കും. ഓക്കെ അല്ലെ? CN ശ്രീകണ്ഠൻ നായർ. അടുത്തത് കാവാലം നാരായണ പണിക്കർ. തനത് നാടകവേദി എന്ന് പറയുമ്പോൾ തന്നെ കാവാലത്തിന്റെ പേര് ഏറ്റവും പ്രധാനമാണ്. ഒരു കാവാലം കാവാലം ടച്ച് എല്ലാ നാടകങ്ങളിലും അതിനുശേഷം ഉണ്ടായവയിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം. എന്താണ് കാവാലം നാരായണ പണിക്കരെ കുറിച്ച് അറിയേണ്ടത്? 1928 മുതൽ 2016 വരെയാണ് അദ്ദേഹത്തിന്റെ ഒരു ജീവിതകാലം. കേരളത്തിലെ തനത് നാടകവേദിയുടെ ആദ്യകാല പ്രയോക്താക്കളിൽ പ്രമുഖനാണ് അദ്ദേഹം. സാക്ഷി, തിരുവാഴിത്താൻ, സത്യകാമൻ, ദൈവത്താർ, അവനവൻ കടമ്പ, കരിങ്കുട്ടി, നാടകചക്രം, കൈക്കുറ്റപ്പാട്, ഒറ്റയാൻ, പുറനാടി തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിന്റെ നാടകങ്ങളാണ്. ഈ അടുത്ത് കാവാലത്തിൻ്റെതല്ലാത്ത നാടകം ഏത് എന്നും തനത് നാടകവേദിയിൽ പെടാത്തത് ഏത് എന്നൊക്കെ ചോദിച്ചിട്ട് പ്രധാനമായും ഇതിലെ ഈ സാക്ഷിയും ദൈവത്താറും ഒക്കെ ചോദിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. സാക്ഷിയും ദൈവത്താറും കരിയും ഒക്കെ ചോദിച്ചിരുന്ന ഒരു ചോദ്യ പേപ്പറൊക്കെ വന്നിരുന്നു ഈ അടുത്ത് തന്നെ. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ എവിടെന്നാ വരുന്നത്? അതുകൊണ്ടല്ലേ ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്. ഏതൊക്കെയാണ് കാവാലത്തിന്റെ നാടകങ്ങൾ? സാക്ഷി, തിരുവാഴിത്താൻ, സത്യകാമൻ, ദൈവത്താർ, അവനവൻ കടമ്പ, കരിങ്കുട്ടി, നാടകചക്രം, കൈക്കുറ്റപ്പാട, ഒറ്റയാൻ, പുറനാടി എന്നിവയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം ഇദ്ദേഹത്തിന്റെ നാടക കളരികളിലൂടെ മലയാള സിനിമാ ലോകത്ത് വേരുറപ്പിച്ച ഒരു കലാകാരനുണ്ട്. അതാണ് നെടുമുടി വേണു. ഇപ്പൊ വേണുചേട്ടന്റെ ആദ്യകാലങ്ങൾ ഈ പറയുന്ന കാവലത്തിന്റെ നാടക കളരികളിൽ നിന്നാണ്. ഓക്കെ അല്ലെ? 2007 അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിക്കുകയുണ്ടായി.
2007 അദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? പത്മഭൂഷൺ ലഭിച്ചു. ക്ലിയർ അല്ലേ? അപ്പോ ഇവരെ കുറിച്ചാണ് നമ്മൾക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഇത്ര ആകുമ്പോഴേക്കും നമ്മുടെ ഇന്നത്തെ സെക്ഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. സത്യത്തിൽ ഈ ഒരു ഭാഗം കൂടെ ആകുമ്പോ കലാവിദ്യാഭ്യാസം എന്ന നമ്മുടെ ആക്ടിവിറ്റി ബുക്ക് 5ാം ക്ലാസ്സിലെ കലാവിദ്യാഭ്യാസം എന്ന ബുക്ക് കംപ്ലീറ്റ് ആവുകയാണ്. ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ 5 ക്ലാസ്സുകളായിട്ട് നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാ വീഡിയോസും ഒന്നുകൂടെ ഒന്ന് കാണുക. ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ പറ്റണം. പൂർണ്ണമായ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഞാൻ എന്റെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. സപ്പോർട്ട് ചെയ്യുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടെലഗ്രാം ചാനലിനകത്ത് നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. ശുഭദിനം.